പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ ബസ്സുകളുടെ ട്രാക്ക് മാറ്റിയതിൽ പ്രതിഷേധം ശക്തം. യാതൊരു മുന്നറിയിപ്പുമില്ലാതെയാണ് ബസ്സുകളുടെ ട്രാക്ക് മാറ്റിയതെന്ന് പാലക്കാട് ജില്ലാ പ്രൈവറ്റ് ബസ് ആൻഡ് ഹെവി വെഹിക്കിൾ മസ്തൂർ സംഘം BMS ജില്ലാ കമ്മിറ്റി ആരോപിച്ചു. പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ധൃതി പിടിച്ച് നടപ്പാക്കിയ പരിഷ്കാരം പ്രതിഷേധാർഹമാണെന്ന് ബസ് ജീവനക്കാർ പറഞ്ഞു. ചോറിനാനും മൂത്രയ്ക്ക് സമയത്ത് ബസ്സാണ്, അതിനോട് ട്രാക്കിലെ പറയാൻ ഞങ്ങളുടെ കാര്യം പട്ടിണി അധോഗതിയായില്ലേ. നാളിതുവരെ ഇല്ലാത്ത യാത്രാ പ്രശ്നമാണ് മൊത്തത്തിൽ വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാക്ക് ഓപ്പോസിറ്റ് മാറ്റിയത് കൊണ്ടും എല്ലാത്ത ബുദ്ധിമുട്ടും യാത്രക്കാരനും ശരി ബസ് ജീവനക്കാർക്കാണ് ശരി. ഈ ഗ്യാപ്പുള്ള വണ്ടിക്ക് ജീവനക്കാരൻ്റെ വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ ജീവനക്കാരൻ്റെ തന്നെ ബുദ്ധിമുട്ട്, യാത്രക്കാർക്ക് വളരെ ബുദ്ധിമുട്ടാണ്, അലച്ചിലാണ്. ഇന്ന് വരെയുള്ള ഈ കാലത്ത് ഇറങ്ങിപ്പോയവർ വൈകുന്നേരത്ത് വരുന്ന സമയത്ത് യാത്രക്കാർക്ക് ബസ് സമയത്തിന് എത്തിപ്പെടാൻ സാധിക്കില്ല. അതുപോലെ വിദ്യാർത്ഥികൾക്ക് എക്സാം പരീക്ഷ കഴിഞ്ഞ് വരുന്ന വിദ്യാർത്ഥികൾക്കും ബുദ്ധിമുട്ട് തന്നെയാണ്. അത് വേണ്ടപ്പെട്ടവർ തന്നെ ഈ ട്രാഫിക് എൻഫോഴ്സ്മെൻറ്റിനെ നേരിട്ട് കണ്ട് പഠിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ഇതിന് തീരുമാനമെടുക്കുക. ഇതൊന്നും ഉചിതമായിട്ടുള്ള തീരുമാനമല്ല. ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ സംഭവിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പഴയ പോലെ ആകുമ്പോൾ വലിയ കുഴപ്പമില്ല, ഇത് ഭയങ്കര ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. ട്രാക്ക് മാറ്റുക, മീനാക്ഷപുരം വണ്ടികളിൽ ഇങ്ങോട്ടേക്ക് ആക്കുക, പല്ലശ്ശന വണ്ടികളിൽ അങ്ങോട്ടേക്ക് ആക്കുക പറഞ്ഞു. അത് ജനങ്ങൾ യാത്രക്കാർക്ക് ഇവിടെ അറിയുള്ളൂ, ഇവിടെ വരാൻ പറ്റുള്ളൂ. പക്ഷേ ഇതൊക്കെ റെഗുലറായി വരുമ്പോഴേക്കും ഒരു മാസമാവും. പക്ഷേ ഞങ്ങൾക്ക് ആ ട്രാക്ക് ശരിയാകുന്നത് വരെ ഇവിടെ തന്നെ മതി എന്നാണ് എൻ്റെ അഭിപ്രായം. പേഴ്സണലായിട്ട് ആൾക്കാർ കയറുള്ളൂ, ആൾക്കാർ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ സംഭവിക്കണം. നമ്മൾക്ക് ഇത്ര നേരം വരെ ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ല. വണ്ടി ട്രാക്ക് ഇടുന്നത് ശരിയില്ല, ഈ ട്രാക്ക് ശരിയല്ല. അല്ലാന്നുണ്ടെങ്കിലോ ഓണേഴ്സ് കൈ കൊടുത്ത് നമ്മൾ തൊഴിലാളികൾ നിൽക്കുക, എന്താണ് അതല്ല ഇനി ശരി. നമ്മൾ തൊഴിലാളികൾ സംഘടിച്ച് നിൽക്കുക. ട്രാക്ക് അങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ ഞങ്ങൾ യാത്രക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പുറത്തോട്ട് ട്രാക്ക് മാറ്റിക്കഴിഞ്ഞാൽ ബസ് ഏതാണ് സമയം കറക്റ്റായിട്ട് ഞങ്ങൾക്ക് അറിയാൻ പറ്റില്ല. അത് ഞങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ആകെ പല്ലശ്ശന വഴിക്ക് വളരെ കുറച്ച് ബസ്സുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഈ ട്രാക്കും കൂടെ മാറ്റിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാവും. അത് ബസ് സ്റ്റാൻഡുകളിലും ഓട്ടോ സ്റ്റാൻഡുകളിലും നിലവിലുള്ള സംവിധാനം പരിഷ്കരിക്കുമ്പോൾ മോട്ടോർ മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളി സംഘടനകളുടെ യോഗം വിളിച്ച് തൊഴിലാളികളുടെ അഭിപ്രായങ്ങൾ കൂടി പരിഗണിച്ചു മാത്രമേ നടപ്പിലാക്കാവൂ എന്നും സംഘടന അഭിപ്രായപ്പെട്ടു. പൊതുജനത്തെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ കഴിയും, 3 മിനിറ്റ് 4 മിനിറ്റുള്ള വണ്ടികൾ ട്രാക്കിലിടായിട്ട് എടുത്തു പോകാൻ പോലും പറ്റാതെ, ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാതെ കണ്ടക്ടറും ഡ്രൈവർമാരും ഒരു വെയിറ്റിംഗ് ഷെഡ് പോലും ഇല്ലാത്ത സൗകര്യത്തിലുള്ള സ്ഥലത്ത് വളരെ ബുദ്ധിമുട്ടുന്ന സാഹചര്യമാണ്. ഒരു മുന്നറിയിപ്പില്ലാതെ അത് സ്ഥിരമായി ഇടുകയാണെങ്കിൽ ശക്തമായിട്ട് തന്നെ പ്രതികരിക്കേണ്ട സാഹചര്യം വരും. ഈ ട്രാഫിക് പരിഷ്കരണം ഉടനെ തന്നെ പിൻവലിക്കണം. ഇല്ലെങ്കിൽ ശക്തമായ വണ്ടി നിർത്തിയിടാത്ത ഒരൊറ്റ കാരണം പൊതുജനത്തെയും വിദ്യാർത്ഥികളെയും ബുദ്ധിമുട്ടിക്കേണ്ട എന്നുള്ള അടിസ്ഥാനത്തിൽ പാവപ്പെട്ട തൊഴിലാളികൾ കണ്ടക്ടർമാരും ഡ്രൈവർമാരും സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അടിയന്തരമായിട്ട് യോഗം വിളിച്ച് ഈ പ്രശ്നം പരിഹരിക്കണമെന്നാണ്. അടിയന്തരമായിട്ട് തന്നെ അതിൻ്റെ CI ആണെങ്കിലും ട്രാഫിക്കിൻ്റെ SI ആണെങ്കിലും എല്ലാവരും യോഗം വിളിച്ച് പരിഹരിക്കണം. ഇല്ലെങ്കിൽ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകുന്നുള്ള സൂചിപ്പിക്കാണ്. യൂണിയൻ പ്രസിഡന്റ് MC സതീഷ് പ്രതിഷേധ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. BMS ജില്ലാ വൈസ് പ്രസിഡന്റ് V ശിവദാസൻ, V രാധാകൃഷ്ണൻ, B വിജയരംഗം, സന്തോഷ് എന്നിവർ സംസാരിച്ചു.